നമസ്കാരം. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം, യുദ്ധം നമ്മുടെ അടുക്കളയിലും ബാധിച്ചിരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ത്യയിൽ ചിലർക്ക് പറ്റുന്നില്ല. നമുക്കറിയാം, ഈ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ അതിക്രമങ്ങൾ ഇറാനിലേക്ക് കയറി അടിച്ചതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത്. അഥവാ ഇസ്രായേലിലേക്ക് ഇറാൻ കയറി അടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇറാന്റെ ഭാഗത്ത് തെറ്റ് പറയാം. ഇവിടെ ഇറാൻ ഒരു ശല്യവുമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരുന്ന ഒരു ഇറാനെ കയറി അടിച്ച് നമ്മുടെ അടുക്കള വരെ പൂട്ടുന്ന ഒരവസ്ഥ നമുക്കറിയാലോ. ടൗണിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ പല ഹോട്ടലും പൂട്ടിക്കിടക്കുകയാണ്. ഒരു ഹോട്ടൽ പൂട്ടിക്കിടന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ആ ഹോട്ടൽ പണിയെടുത്തിരുന്ന പലരും അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല എന്നുകൂടിയാണ്. അങ്ങനെ കൂടെ അർത്ഥമുണ്ട്. ഒരു ഹോട്ടൽ പൂട്ടിയെന്ന് കഴിഞ്ഞാൽ പലരുടെയും, നമ്മുടെ ഈ കേരളത്തിലുള്ള പലരുടെയും അടുപ്പ് പുകയുന്നില്ല, വീട്ടിലെ അടുപ്പ് പുകയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് ആ യുദ്ധത്തിന്റെ ഒരു ഭീകരത എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത്രയും ഒരു ഭീകരത ഉണ്ടാക്കി വെച്ചത് ഇസ്രായേലും അമേരിക്കയും കൂടിയാണ്. അതുകൊണ്ടാണ് അവർ തെറ്റുകാരാണെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയം അത് തന്നെയാണ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ചാനലിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ കുരുപൊട്ടുന്നു, ചിലർക്ക് ഭീഷണിയുമായിട്ടും മറ്റു ചിലർ അവഹേളന കമന്റുകളായിട്ടും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച് മാത്രമാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിത് പറയണം തോന്നും. വീഡിയോയുടെ റീച്ച് പരമാവധി കുറയ്ക്കാനുള്ള പണികളൊക്കെ ബാക്കിയുള്ളവർ എടുക്കുന്നുണ്ട്. അവർ ആ പണി എടുക്കട്ടെ. ഇത് പരമാവധി റീച്ച് ഉണ്ടാക്കാനുള്ള പണി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും കമന്റ് എഴുതിയും ലൈക്ക് ചെയ്തും ഒക്കെ നിങ്ങൾ ഇന്ന് കൂടെ നിൽക്കുക. പശ്ചിമേഷ്യയിലുള്ള ഇന്നത്തെ വാർത്ത, ഇന്ന് രാവിലെ വന്ന വാർത്ത വളരെ ആശങ്കാജനകമായിട്ടുള്ള വാർത്ത തന്നെയാണ്. പ്രതീക്ഷയുള്ള കാര്യങ്ങളൊന്നും അല്ല വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. അത് ലോകത്ത് അശാന്തി പടർത്തിയിട്ടേ, അല്ലെങ്കിൽ അശാന്തി പടർത്തി ലോകത്തെ നശിപ്പിച്ചിട്ടേ താൻ അടങ്ങൂ എന്ന ഒരു സന്ദേശം തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. വെനിസ്വേല എന്ന ഒരു പരമാധികാര രാജ്യത്തിൽ കടന്നു കയറി പല പേരും പറഞ്ഞ് അവിടുത്തെ ഭരണാധികാരിയെ ഇല്ലാതെ പിടിച്ച് ജയിലിലടച്ച് അവിടുത്തെ എണ്ണ കൈക്കലാക്കി. അതായത് പിടിച്ചു പറയുന്നതിന് പറയാം, പിടിച്ചുപറി, കൊള്ള, പക്ക പിടിച്ചുപറി. ഒരു രാജ്യത്തെ മുതൽ ഇങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അങ്ങനെ ഒരു പിടിച്ചുപറി നടത്തുന്ന ഒരു കൊള്ളക്കാരനായിട്ടുള്ള ഒരു കള്ളനായിട്ടുള്ള ട്രംപ് അതേ പരിപാടി ഇവിടെ ഇപ്പുറത്ത് ഇറാനിൽ നടത്തും എന്നാണ് ഈ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഇറാന്റെ എണ്ണ ഞങ്ങൾ പിടിച്ചടക്കും, ഇറാന്റെ എണ്ണ ഞങ്ങൾ നിയന്ത്രിക്കും, അതായത് അമേരിക്ക നിയന്ത്രിക്കും, ഞങ്ങൾ അവരെ മുതൽ പിടിച്ചു പറിക്കും എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? കൊള്ളയടിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ലോകത്തിൽ ഉള്ള ആ പരമാധികാരി രാജ്യങ്ങളുടെ മുതലുകൾ, അവിടുത്തെ സമ്പത്ത്, അതെന്ത് തന്നെയായിരുന്നാലും ആ സമ്പത്ത് കൊണ്ട് അവർ ലോകത്ത് നിന്ന് ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് കൊള്ളയടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയാണ് എന്ന് ലോക പോലീസാണ് എന്ന് വീമ്പിളക്കുന്ന ചിലരൊക്കെ അത്തരത്തിലുള്ള പട്ടം ട്രംപിന് ചാർത്തി കൊടുക്കുമ്പോൾ, അമേരിക്കയ്ക്ക് ചാർത്തി കൊടുക്കുമ്പോൾ അവർ ലോക കൊള്ളക്കാരാണ്, ലോക പിടിച്ചുപറിക്കാരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്. അതിൽ ബാക്കിയുള്ളവർക്ക് കുരുപൊട്ടിട്ട് കാര്യമൊന്നുമില്ല. പറയുന്നതൊക്കെ പച്ചതൊണേ. ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുന്നത് വെറും തള്ളിവിടല്ല, ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ഉന്നതരുമായിട്ട്, അവിടുത്തെ പ്രമുഖരുമായൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10-15 ഉപാധികൾ വെച്ചതിൽ കുറെ ഉപാധികളൊക്കെ ഇറാൻ സമ്മതിച്ചു എന്ന രീതിയിലൊക്കെ ഇങ്ങനെ തള്ളിവിടുക. ഇപ്പോ 20 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടു. അത് അമേരിക്ക പറഞ്ഞിട്ടാണ്, ട്രംപ് പറഞ്ഞിട്ടാണ് അങ്ങനെ കടത്തിവിട്ടത് എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ? ഇറാന്റെ പരമോന്നത നേതാവായിട്ട് അങ്ങോട്ട് ട്രംപിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി ഇറാന്റെ പരമാധികാരിയായിട്ട് കൂടി ട്രംപ് ഇരിക്കും. അങ്ങനെ ഇറാൻ തന്നെ ക്ഷണിച്ചു എന്ന് വരെ അടിച്ചുവിട്ടു. ഇങ്ങനെ ഓരോ മിനിറ്റിലും ഓരോ നുണകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ട്രംപിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാനും പറയുന്നുണ്ട്. ഏതാണ്ട് 2 നിർദ്ദേശങ്ങളാണ്. ഇവിടുത്തെ കൂടും കുടുക്കെല്ലാം വാരികെട്ടി പോണം. ഇനി പശ്ചിമേഷ്യയിൽ അമേരിക്ക വേണ്ട, അമേരിക്കയുടെ സൈനിക താവളങ്ങളും വേണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഹോർമൂസിന്റെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഇവിടുത്തെ ഈ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ വന്ന് കാട്ടിക്കൂട്ടിയതാണ്. അതിന് മുഴുവൻ നഷ്ടപരിഹാരം വെച്ചിട്ട് വേഗം വണ്ടി വിട്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആ ഇറാനെയാണ് അമേരിക്ക പറയുന്നത് കേൾക്കുന്നു, അമേരിക്കയുടെ ഉപാധികളൊക്കെ അംഗീകരിക്കുന്നു എന്ന് ട്രംപ് തള്ളിവിടുന്നത്. വളരെ വ്യക്തമായി തന്നെയാണ് ഇറാൻ പറയുന്നത്, അമേരിക്കയെ കുടിച്ചുവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല, പരസ്പര ബഹുമാനമില്ല, ഒരു രാജ്യമാണ്, മറ്റൊരു പരമാധികാരി രാജ്യമാണ് എന്നൊരു ബോധം, ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ അധികാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തനുമായി എങ്ങനെ നമ്മൾ സംസാരിക്കുമെന്നാണ് ഇറാൻ ചോദിക്കുന്നത്. ന്യായമല്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ
ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ? ഇനി കാലിൽ വീണ് അങ്ങോട്ട് ഇത് ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു രാജ്യമാണ് എന്ന് അംഗീകരിച്ച് ആ രാജ്യത്തെ ഭരണാധികാരി അംഗീകരിക്കുന്ന ഒരു മനസ്സ് വേണ്ടേ? അങ്ങനെയുള്ള ഒരാളുമായിട്ടല്ലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വേറെ ഒരുത്തൻ്റെയൊക്കെ കാലിൽ ചെന്ന് വീഴാനും അവന്റെ കാല് പിടിക്കാനും വേണ്ടി ചെന്ന് തല വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളത് ചെയ്യില്ല. നമ്മൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇറാനോട് ചെയ്യണമെന്ന് പറയരുത്. ഇറാനെ ചെന്ന് അടിച്ചതിന് ശേഷം ഇപ്പോൾ അമേരിക്ക വലിയ പ്രതിസന്ധിയിലാണ് എന്നറിയാം. അതുകൊണ്ടാണ് ചില തള്ളുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് കാർഗ് ഞങ്ങൾ പിടിച്ചെടുക്കും, കാർഗ് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ എണ്ണ ഞങ്ങളെ സ്വന്തമാകുന്നതാണ്. അവിടെ എണ്ണ സ്വന്തമാകുന്ന പറയുന്നത് ഏത് മറ്റുള്ളവരുടെ മുതലേ, നമ്മുടെയൊക്കെ വീട്ടിലെ മുതല് വേറൊരുത്തം പിടിച്ചോണ്ട് പോയിട്ട് അത് എന്റേതാണെന്ന് പറയുന്ന കള്ളന്റെ പരിപാടി, കൊള്ളക്കാരന്റെ പരിപാടി. അത് സംസാരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഇറാന്റെ പെരടിക്ക് കൊണ്ടിട്ടിട്ട് അവിടുത്തെ കപ്പൽ കൊണ്ട് പോകുന്നില്ല. അപ്പൊ കപ്പൽ പോകാത്തോണ്ട് ലോകം മുഴുവൻ പ്രതിസന്ധിയിലാണ്. എണ്ണ കിട്ടുന്നില്ല, പാചകവാതകം കിട്ടുന്നില്ല, കപ്പലുകൾ മര്യാദയ്ക്ക് പോകുന്നില്ല. അതുപോലെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാസ്തവം എന്താണ്? ഇതെല്ലാം ഇസ്രായേലും അമേരിക്കയും കൂടെ ഉണ്ടാക്കി വെച്ചതാണ്. അതിനു മുമ്പ് മര്യാദയ്ക്ക് കപ്പൽ പോയിരുന്നു, നമ്മളെയൊക്കെ അടുക്കളയിൽ മര്യാദയ്ക്ക് അടുപ്പ് പോയിരുന്നിരുന്നു, ഹോട്ടലുകൾ മര്യാദയ്ക്ക് തുറന്നിരുന്നു, അവിടെ പണിയെടുത്തിരുന്ന തൊഴിലാളികൾ അരി വാങ്ങിയിട്ട് അവർ ഭക്ഷണം കഴിച്ചിരുന്നു, അവരുടെ കുട്ടികളെ നോക്കിയിരുന്നു, എല്ലാം ചെയ്തിരുന്നു. ഇപ്പൊ എല്ലാം മുടങ്ങിയില്ലേ? എല്ലാം ഇസ്രായേലും അമേരിക്കയും കൂടെ മുടക്കിയതല്ലേ? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നത് കാർഗ് ഞങ്ങൾ പിടിച്ചടക്കുന്നതാണ്. കാർഗ് പിടിച്ചടക്കാനായിട്ട് ആ ഏരിയയ്ക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ പെട്ടിയിലായിരിക്കും പോകുന്നതൊക്കെ സ്രാവിന് കൊത്തിയരിഞ്ഞ് സ്രാവിന് കൊടുക്കുന്ന ഇറാൻ പറഞ്ഞേക്കുന്നത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, തങ്ങളുടെ പവർ പ്ലാന്റ് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ആക്രമിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകാന്ന്. ഇപ്പോ ഇസ്രായേൽ കയറി ഇറാനിലെ ജലശുദ്ധീകരണ പ്ലാന്റ് ആക്രമിച്ച് നാശനഷ്ടം വരുത്തി. ഇറാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 10 ഇരട്ടി വാങ്ങാൻ കൂട്ടായിക്കോ, ഇങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചു കിട്ടും, അതിനേക്കാൾ ഏറെ കിട്ടും, സഹിക്കേണ്ടി വരുമെന്ന്. ഇസ്രായേലിലെ ബിർസേബാൽ കെമിക്കൽ പ്ലാന്റ് കത്തിച്ചു, കുറെ ആൾക്കാർക്ക് പരിക്കുണ്ട്, വലിയ നാശനഷ്ടമുണ്ട്. അതിന് ശരിയായി വരാൻ വർഷങ്ങളായി ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അമേരിക്ക എങ്ങനെയൊക്കെ തള്ളിയാലും ഏതൊക്കെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും ഇറാനെ ചുറ്റിക്കൂട്ടും ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇറാന്റെ മുന്നിൽ അമേരിക്കയും ഇസ്രായേലും തോക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്മാറേണ്ടി വരും. ഇതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഇസ്രായേലിനും അതുപോലെ അമേരിക്കയ്ക്കും വാശി ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഒരു 10,500 പേരെ യുദ്ധം നടത്താൻ വേണ്ടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 3,500 പേരെ കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. കാരണം അവരെ നേരിടേണ്ടിയിരുന്നത് 12 ലക്ഷം പേരെ. ഇറാന്റെ 10-12 ലക്ഷം ആൾക്കാരുടെ മുന്നിൽ ഈ 3,500 പേര് എന്താകും എന്നറിയാൻ വയ്യ. ഇസ്രായേലിൽ നിന്ന് പട്ടാളക്കാരെ ഇനി ഇറാനെ അടിക്കാൻ നേരിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാര്യത്വത്തിനൊന്നും ഇനി കിട്ടില്ല. കാരണം അവിടെ ആവശ്യത്തിന് പട്ടാളക്കാരില്ല. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് കഴിഞ്ഞ 3-4 ദിവസമായി ഇസ്രായേലിന്റെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവിടെ ഇതൊന്നും പരിചയമില്ലാത്ത അമേരിക്കൻ സൈനികർ ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവർ വെള്ളം വലിച്ച് ഒരുപക്ഷെ ഇറാൻ പറയുന്ന പോലെ കൊത്തിയറിഞ്ഞ് സ്രാവിനിട്ട് കൊടുത്തുന്നൊക്കെ വരും. ശത്രുക്കളെ നേരിടുന്നതിൽ യാതൊരു ദാക്ഷിണ്യം കാണിക്കാത്തവരാണ് ഇറാനികൾ. അതേസമയം അങ്ങോട്ട് കയറി ആരെ ആക്രമിക്കുകയില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിടുകയുമില്ല എന്നതുകൊണ്ട് അത് ആർക്കറിയില്ല എന്നുണ്ടെങ്കിലും ഇസ്രായേലിനറിയാം. ഈ മേലെ വന്നിട്ട് ഈ വിമാനത്തിൽ കൊണ്ടുവന്നിടുന്നത് പോലെ അല്ല, നേരിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് കഴുത്തിൽ കൊണ്ട് കത്തി വെക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു പരിപാടിയാണെന്ന് അറിയാവുന്ന ഇസ്രായേൽ എന്തായാലും അങ്ങോട്ട് ആൾക്കാരെ വിടുന്നു തോന്നുന്നില്ല. ഏതായാലും 10,300 പേരെ അമേരിക്ക അവിടെ ആക്രമിക്കാനായിട്ട് സജ്ജരാക്കി വെച്ചിട്ടുണ്ട്. ആ സജ്ജരാക്കിയവരുടെ കുടുംബത്തിലെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. 3,500 അമേരിക്കൻ പട്ടാളക്കാരെ നേരിടാൻ വേണ്ടി 12 ലക്ഷം ഇറാനിയൻ പട്ടാളക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതും മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ. അതായത് ഇതൊന്നും ഇവിടെ ഒന്നും തീരൂല, ഇത് തീരില്ല. ഈഗോ അടിച്ചിട്ട് അമേരിക്കയും ഇസ്രായേലും കയറി നിൽക്കുക. 4 ദിവസം കൊണ്ട് തീർത്ത് പണ്ട് ഇറാഖിനെ തീർത്തതുപോലെ തീർക്കാന്ന് കരുതി വന്ന് പെട്ടുപോയതാണ്. ആ പെടലിൽ നിന്ന് ഇറങ്ങിപ്പോയ നാട്ടുകാർ പറയില്ല. മാത്രമല്ല ഇന്ന് ലോകശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒന്നുമല്ല, ഇന്ന് ഇറാനാണ് ലോകശക്തിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിൽ നാണക്കേടാവുന്ന കരുതിയിട്ട് പിടിച്ചു നിൽക്കുന്നത് ലോകത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ അമേരിക്കൻ ജനതയ്ക്കും ഇസ്രായേലിനും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ കയ്യിലായതോടുകൂടി ഇറാൻ വിചാരിക്കുന്ന ആൾക്കാർ അതുവഴി കടന്നു പോവുകയും ബാക്കിയുള്ളവർ ഇറാന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ എന്റെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇറാൻ സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്, നല്ല പണം ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്നത് യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ട്, ആ നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ടോൾ പിരിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലോകരാജ്യങ്ങളുടെ കയ്യിൽ നിന്നല്ലേ അതൊക്കെ വാങ്ങേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെയൊക്കെ അപ്രീതി അമേരിക്കയ്ക്കും ഇസ്രായേലിന്റെ മേലെ വരില്ലേ? കാരണം അവരല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത്. Different angles. Don't forget to subscribe and support this channel.